നമ്മൾ രണ്ട് പ്രശ്നമാണ് ഇപ്പോഴും കാണുന്നത്. ഒന്നാമത് ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നു, ഡൈവേർഷൻ മുഖേന ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആയിരിക്കുന്നു, വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത്. അപ്പോൾ അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടവരാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. RTOയിൽ നിന്നും പോലീസിൽ നിന്നും തഹസിൽദാർമാരിൽ നിന്നും ലോക്കൽ പബ്ലിക്കിൽ നിന്നും ഇൻപുട്ട്സ് എടുത്തിട്ട് ഏത് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺ വേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ റോഡുകളായതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം കൂടുതൽ ജനങ്ങൾ ആ പ്രദേശത്തോട്ട് സന്ദർശിക്കരുത്. നമുക്കൊരു അതിന് നമ്മൾ തീരുമാനം എടുക്കാൻ പോവുകയാണ്. തടയേണ്ടി വരും എന്ന് വെച്ചാൽ ആ ഡെബ്രിസ് മാറ്റേണ്ട വർക്ക് തുടങ്ങേണ്ടി വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, ആ റോഡിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് ഡാമേജ്ഡ് അല്ല. അപ്പോൾ അത് ട്രാഫിക്കിന് തുറന്നു കൊടുക്കാൻ പറ്റിയാൽ കുറേ ട്രാഫിക് പ്രശ്നങ്ങൾ. പക്ഷെ അതിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് പ്രിലിമിനറി ആയിട്ട് എക്സ്പേർട്സ് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ്. പക്ഷെ അതിന് കുറച്ച് കറക്ഷൻ ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തുറന്നു കൊടുക്കാനാണ്. അപ്പോൾ അതിനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്തേ പറ്റും. അവർ NHAയ്ക്കാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ കുറച്ച് കറക്ഷൻ ചെയ്യുന്നതിനും ഫെസിലിറ്റി ആണെന്നും ജനങ്ങൾ സന്ദർശിക്കരുതെന്നും റൈറ്റ് ഹാൻഡ് സൈഡ് റോഡ് ട്രാഫിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് വേണ്ടി ചില കറക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് NHAയുടെ ഒരു കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, അത് ട്രാഫിക് ഡൈവേർഷന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ബോർഡുകൾ വേണ്ടി വരും. പക്ഷേ ഇപ്പോഴും നമ്മൾ ഡൈവേർട്ട് ചെയ്ത മേഖലയിലും ട്രാഫിക് കഞ്ചഷൻ ഉണ്ട്. പല ജംഗ്ഷനും കടന്നു പോകുന്നതിന് വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, പ്രധാനപ്പെട്ട ഒരു റോഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട്. പക്ഷെ അതിന് വീണ്ടും ഞങ്ങളൊന്നും കൂടെ ആലോചിച്ച് എന്താണ് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നു. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണത് തീരുമാനിക്കുന്നത്. വിശദമായിട്ട് എക്സ്പെർട്സ് ഒപ്പീനിയൻ റിപ്പോർട്ട് കൊടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ നമ്മുടെ ലഭിച്ച പരാതികളെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറി. ആക്സിഡൻറ്റിൻ്റെ അടുത്ത ദിവസം തന്നെ പ്രോജക്റ്റ് ഡയറക്ടർ വന്നിരുന്നു ഇവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തി, അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ജനങ്ങൾ തരുന്നിരിക്കുന്ന പരാതികൾ പലതും അണ്ടർപാസുകളെ സംബന്ധിച്ച്. ഒരു പ്രദേശം രണ്ടായിപ്പോയി എന്നുള്ളൊരു പരാതിയാണ്. പണ്ട് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. നാഷണൽ ഹൈവേ വന്നതിന് ശേഷം അപ്പുറത്തെ പ്രദേശത്തേക്ക് പോകുന്നതിന് 3-4 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കും. അതായിരുന്നു പരാതികൾ പ്രമുഖമായിട്ട്. കൂടുതൽ അണ്ടർപാസുകൾ വേണം. അതോടൊപ്പം ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. നാഷണൽ ഹൈവേ ഉണ്ടായതിന് ശേഷം ചില റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളക്കെട്ടുണ്ടാകുന്നു. ഈ രീതിയിലുള്ള പരാതികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ലഭിച്ച എല്ലാ പരാതികളും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പ്രോജക്റ്റ് ഡയറക്ടർക്ക് കൈമാറുകയാണ് ചെയ്തത്.
അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ജനങ്ങൾക്ക് കൊടുത്തായിട്ട് എനിക്കറിയില്ല. ജനപ്രതിനിധികൾക്ക് കൈമാറിയതിനെപ്പറ്റി എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ആ സമയത്ത് കളക്ടർ അല്ലായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി സജസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലെ റോഡ് ചില കറക്ഷൻ ചെയ്തതിന് ശേഷം അവർ ചില കറക്ഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ട്രാഫിക്കിന് തുറന്നു കൊടുക്കുന്നതിനെ പറ്റിയാണ് അവരുടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനനുകൂലമായ ഒരു എക്സ്പെർട്ട് റിപ്പോർട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. സർവീസ് റോഡ്, റൈറ്റ് ഹാൻഡ് സൈഡിലെ സർവീസ് റോഡ് തുറന്നു കൊടുക്കുന്നതോടുകൂടി കുറച്ചധികം ട്രാഫിക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനെ പബ്ലിക്ക് പാലം വേണമെന്നുള്ള പരാതി എനിക്കൊരിക്കലും തന്നിട്ടില്ല. അപ്പം എന്നെ ചെയ്യാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ് ഹാൻഡ് സൈഡിലെ സർവീസ് റോഡ് ചില കറക്ഷൻസ് ചെയ്തതിന് ശേഷം, ചില കറക്ഷൻസ് അവർ പറയുന്നുണ്ട്, അതിനുശേഷം തുറന്നു കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത്. പക്ഷേ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വർക്ക് ചെയ്യണം, പബ്ലിക്ക് വളരെയധികം വിസിറ്റ് ചെയ്യുന്നതൊരു തടസ്സമാകുന്നു. ജനങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഒരു ഡാമേജഡ് ആയിട്ട് നമ്മൾ കാണാമല്ലോ, ക്രാക്ക്ഡ് ആയിട്ടിരിക്കുന്നു, റോഡിൻ്റെ ഒരു ഭാഗം കൊളാപ്സ്ഡായി. പക്ഷേ വീണ്ടും ഫർദറായിട്ട് ഒരു അപകടം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾ സന്ദർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഡയറക്ടർ അത് സന്ദർശിച്ചിട്ടുണ്ട്, മേഖല സന്ദർശിച്ചിട്ടുണ്ട്.